വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി കിഡ്ല എക്സ്പെരിമെന്റ് ചെയ്യണത്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീട്ടിലൊക്കെ രാവിലെ പല്ലേക്കാണ്ടിരിക്കുമ്പോ നമ്മൾ ചോദിക്കും പല്ലേച്ചില്ലേ ചോദിക്കുമ്പോ നമ്മൾ പറയും അത്ര വലിയ ആന പോലും പല്ലേക്കില്ല എന്ന് പറയും. ആ ആന പല്ലേക്കാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു കോൾഗേറ്റിന്റെയും ക്ലോസപ്പിന്റെയും പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ആനയ്ക്ക് പല്ല് തേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആന പല്ലേക്കാത്തത്. അപ്പൊ ആനയ്ക്ക് പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ അടിപൊളി കിഡ്ലൻ ടൂത്ത് പേസ്റ്റ്, അത്രയ്ക്ക് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ആക്ച്വലി ഇത് വെച്ചിട്ട് തേക്കാനൊന്നും പറ്റില്ല, എന്നാലും ആനയ്ക്കൊരു സന്തോഷം പേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടൂത്ത് പേസ്റ്റിന്റെ പേരാണ് നമ്മുടെ എലഫന്റ് ടൂത്ത് പേസ്റ്റ്. അപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ ഇത് വലിയതായിട്ട് ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോ നമ്മൾ കുറച്ച് മേടിച്ചിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ, പക്ഷെ എന്തോരം വലിപ്പം വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എലഫന്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ പിന്നെ അതേ സമയം വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടു നോക്കാട്ടെ. നമ്മുടെ ഉടുപതിക്ക് പ്രാങ്ക് കൊടുക്കുന്നതാണ് ബർത്ത്ഡേയുടെ. അപ്പൊ അതിലൊരു അടിപൊളി കിഡ്ലൻ ഗിഫ്റ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വേഗം തന്നെ കണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഒരുപാട് ചൂട് പുറത്തേക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ വെച്ചാൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇതാണ് സംഭവം. നമ്മളിതൊരു ഡ്രഗ്സ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 276 രൂപയാണ്. 1/2 ലിറ്റർ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം അയോഡൈഡ് ആണ്. ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് H2O2 ആണ്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളും പിന്നെ അതുപോലെ ഓക്സിജന്റെ മോളിക്യൂളും കൂടി മിക്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ഓക്സിജൻ ഇങ്ങനെ വേർപിരിച്ചെടുക്കാനാണ് പോണത് ഇവിടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സോപ്പും ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വിം ജെല്ലാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കും. അവർ എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആദ്യം ഞാൻ അതിൽ ഒഴിക്കും. അതിനുശേഷം നമ്മുടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വിം സോപ്പിന്റെ ഈ വിം ജെല്ല് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഓക്സിജൻ ഇതിൽ ട്രാപ്പ് ചെയ്ത് നിർത്താനാണ് നമ്മുടെ സോപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ പൊട്ടാസ്യം അയോഡൈഡ് എടുത്തിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ വില എത്രയായിരുന്നു? 293 രൂപയാണ്. ഇത് എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഡീകമ്പോസിഷനാണ് നടക്കുന്നത്. വാട്ടർ മോളിക്യൂളും അതുപോലെ ഓക്സിജനും തമ്മിലുള്ള ഡീകമ്പോസിഷനാണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പോ എന്താ ഒരു കാര്യം കൂടി ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഈ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനാണ് നമ്മുടെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യണത്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമുക്ക് വേഗം ഇതങ്ങോട്ട് തുടങ്ങാം. അങ്ങോട്ട് വലിയതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെയാ പറയുന്നത് അറിയില്ല. നമുക്ക് റിയാക്ഷൻ ഇനി ഫ്ലോപ്പ് ആവാണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു 1/2 ലിറ്റർ ഉണ്ട്. നമ്മൾ ഫുള്ള് ഒഴിക്കണില്ല. നേരത്തെ ഇത് ചേട്ടൻ്റെ കയ്യിൽ ഇത്തിരി ആയപ്പോൾ അവിടെ ഒരു വെള്ള കളർ വന്നു. ഇത് 30% ആണ് കേട്ടോ അതിൻ്റെ കോൺസെൻട്രേഷൻ വന്നേക്കണം. ഇത് കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളാൻ സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ വിം ജെല്ല്. നമ്മുടെ ബബിൾസിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാട്ടോ അത്. നമ്മൾ കുറച്ച് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ ഇതിൽ ട്രാപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വീക്ക് ബോണ്ടാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ആ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറിട്ട് പോകാണ്ടിരിക്കാനാണ് ഇത്. നമ്മൾ ഇതിനെ വേർപ്പെടുത്താൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കളർഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റെഡും ഇവിടെ ബ്ലൂവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ്. അയ്യോ രണ്ടും കൂടി ചേർന്നപ്പോ ഇത് ഏത് കളറാവുന്ന ദൈവത്തിന് അറിയാം. റെഡ് മാത്രമേ മതിയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് ഹൈഡ്രജൻ, അയ്യോ നമ്മുടെ റിയാക്ഷൻ ഇപ്പൊ തുടങ്ങൂട്ടാ. അപ്പൊ നമ്മളിനി ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു കോലെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുപ്പി മുഴുവൻ ഞാൻ ഇതിൽ ഇടാട്ടാ. അയ്യോ സോറി പൊട്ടാസ്യം അയോഡൈഡ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞു. ഇതിൽ ഇത്ര ഉള്ളോ? നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് എല്ലാവരും കാത്തിരിക്കുക. എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ.
നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഒരു ഒറ്റ ഓട്ടം ഓടുട്ടാ. അപ്പൊ നമ്മളിത് ഒഴിച്ചിട്ട് ഒറ്റോട്ടം. അപ്പൊ റെഡി, 1 2 3. നീ അവിടെ പോയി നിക്ക്. റെഡി, 1 2 3. അപ്പൊ ഭയങ്കര ഒയ്യോ നോക്ക്, എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണ നോക്ക്. പാറു തൊടരുത്. കണ്ടാ, ഇത് ഇപ്പൊ ഓക്സിജൻ ആണ്. അത് പുറത്തേക്ക് വരും. നോക്ക്, ഇവിടെ ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട് കേട്ടാ. ഞാൻ ഗ്ലൗസ് ഇട്ട കാരണം രക്ഷപ്പെട്ടു. ഒരു പ്രത്യേകതരം മണാണ് വരുന്നത് കേട്ടാ. നമുക്ക് ഇതിന്ന് ഓക്സിജൻ ആണ്. ഇതിന്ന് നല്ല ചൂടാണ് കേട്ടാ. അത് ഞാൻ തൊട്ടോക്കണില്ല. ഓക്സിജൻ ആണ് ഇതിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കണത്, ഇങ്ങനെ പുറത്തേക്ക് വന്നോണ്ടിരിക്കണത്. പിന്നെന്താ, അപ്പൊ സോപ്പും കൂടി ഉള്ള കാരണമാണ് അതിങ്ങനെ ഒരു ഫോം ആയിട്ട് പതിയായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണ. എനിക്ക് തോന്നുന്നത് എന്താ പറയാ, കുറച്ച് വായ വട്ടം കുറവുള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് തോന്നുന്നു. നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട് കേട്ടാ. അപ്പൊ ഇത് ഒരു വട്ടം കൂടി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്, വേറൊരു കുപ്പി വെച്ചിട്ട്. നന്നായി അമ്മ ഇതെടുത്തത്. അപ്പൊ ആദ്യം തന്നെ അമ്മക്ക് ഇത് ആലോചിക്കാൻ എന്താ സംഭവിച്ചേ എനിക്കെന്നറിയില്ല. കണ്ട, ഇതാണ് നമ്മുടെ സംഭവം. അടിപൊളിയായിട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ എലിഫന്റ് ടൂത്ത് പേസ്റ്റ്. എന്റെ മുടിയിലൊക്കെ ആയിട്ടുണ്ട്. എന്താണോ, നല്ല ചൂടുണ്ട് കേട്ടാ. ഗ്ലൗസ് ഇട്ട കാരണം രക്ഷപ്പെട്ടു. കണ്ട, എന്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. അയ്യോ. അപ്പൊ നമ്മുടെ നേരത്തെ ആ പാത്രത്തിന്റെ വായഭാഗം വട്ടം കൂടുതലായ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ വായ വട്ടം കുറവുള്ള ചെയ്ത അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല, കുറച്ചും കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊങ്ങി പോയാനേട്ടോ. നമ്മളത് നേരത്തേതിൽ കുറച്ച് കൂടുതൽ യൂസ് ചെയ്തു. ഇപ്പോഴും ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓക്സിജനാണ് ഇപ്പൊ റിലീസായി വന്നത്. അപ്പൊ ഓക്സിജൻ വന്നപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോപ്പും കൂടി ഉള്ള കാരണമാണ് അത് ആ ഒരു ഫോം ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലത്തെ ഇപ്പൊ ആ ഓക്സിജൻ തീരണ വരെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ ചൂടുണ്ട്, ഇവിടത്തേക്ക് ചൂട് ഇപ്പൊ കുറഞ്ഞു കേട്ടോ. പക്ഷെ വന്ന വഴിക്കുള്ള ചൂടുണ്ടല്ലോ, കുഴപ്പമില്ല. അയ്യോ, എന്റെ കൈയൊക്കെ ഒരു മഞ്ഞ കളറായിട്ടൊക്കെ ഉണ്ടാ. പിന്നെ പ്രത്യേകതരം മണം ഉണ്ട് കേട്ടാ. പണ്ട് വീഗാലാൻഡിയ പോയൊരു മണം, ക്ലോറിന്റെ മണം പോലത്തെ. അടിപൊളി എക്സ്പെരിമെന്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്രത്യേക കാര്യം, കുട്ടികൾ ആരും ഇത് ഒറ്റയ്ക്കൊന്നും ചെയ്ത് നോക്കരുത്. കാരണം ഇങ്ങനത്തെ റിയാക്ഷനൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ചെയ്ത് നോക്കരുത്. എന്റെ കാൽമയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. ചിലപ്പോ കളറൊക്കെ മാറി, അടുത്ത വീഡിയോയില് കളർ മാറുമെന്ന് അറിയില്ല. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് തീരാണ്. ഇതാണ് നമ്മുടെ എലിഫന്റിന് കൊടുക്കാൻ. ഇതിന്റെ ഉള്ളിൽ ചൂടുണ്ട്, ചൂടില്ലേ? അപ്പൊ നമ്മുടെ എലിഫന്റിന് പല്ലേക്കാനുള്ള ടൂത്ത് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അടിപൊളി എക്സ്പെരിമെന്റ് ഇവിടെ കഴിയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇങ്ങനെ പറ്റാവുന്നതൊക്കെ എല്ലാം ചെയ്യാം. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മളൊരു അടിപൊളി ഫോട്ടോ ഇനി എടുക്കാൻ പോവാട്ടാ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു പറയാനുള്ളേ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ബൈ.